ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർ റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. മാനേജ്മെന്റ് പ്രതിനിധിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തിങ്കളാഴ്ച മുതൽ ക്ലാസ് പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി രക്ഷിതാക്കൾ പറഞ്ഞു. അതേസമയം 6ാം ദിവസവും ഡോക്ടർ റാം ഒളിവിൽ തുടരുകയാണ്. പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. റാമിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന നിതിന്റെ സഹോദരി രാഖി. ഈ മാനേജ്മെന്റിൽ ഒരാളെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? ആരാണ് മാനേജ്മെന്റ് എന്തെങ്കിലും ആ കുട്ടികളെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അവിടെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടികളെങ്കിലും മാനേജ്മെന്റിൽ ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ റാമിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു നീക്കം മുന്നോട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ അനിയൻ മാത്രമല്ല, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചു കഴിഞ്ഞ ഇത്രയും കുട്ടികൾ ഇത്രയും ദുരനുഭവം മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് പോലും റാമിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഈ പുറത്താക്കിയെന്ന് പറഞ്ഞ ഈ മാനേജ്മെന്റ് എന്തുകൊണ്ട് നിതിൻ രാജിന്റെ കുടുംബമായിട്ട് ഒരു കോള് പോലും വിളിക്കുന്നില്ല? വന്ന് കാണണ്ട, ഒരു കോള് വിളിച്ചുകൂടെ അവർക്ക്? നിതിൻ രാജൻ എന്താണ് അവിടെ സംഭവിച്ചതെന്നെങ്കിലും അവർക്ക് പറഞ്ഞുകൂടെ? അത് അവർ പറഞ്ഞില്ല. പുറത്താക്കിയത് കൊണ്ട് തീർന്നു, അവരുടെ ഉത്തരവാദിത്വം അവിടെ വെച്ച് കഴിഞ്ഞു. അർജുൻ കല്യാട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, എന്തുകൊണ്ടാണ് ഇത്രയും ദിവസവും ആയിട്ടും ഡോക്ടർ റാമിന് ഒളിവിൽ തുടരാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് കുടുംബം ചോദിക്കുന്നത്. സ്വാഭാവികമാണ്. ഒരു കോളേജിന്റെ ഒരു അധ്യാപകൻ എന്നതിന് അപ്പുറത്തേക്ക് യാതൊരു പ്രിവിലേജും ഇല്ലാത്ത ഒരാളാണ്. ഇത്രയും ദിവസം സുരക്ഷിതനായി കഴിയാൻ കഴിയുന്നത് എങ്ങനെയാണ് ഒരു മരണത്തിന് ഇടയാക്കിയതിനു ശേഷം? ബാധു, തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, പരാതികൾ, അധിക്ഷേപങ്ങൾ തുടർച്ചയായി നടത്തുന്ന അധ്യാപകനാണ് എന്നും കുട്ടികളുടെ തുറന്നു പറച്ചിലുകൾ, വെളിപ്പെടുത്തലുകൾ ഇതെല്ലാം നടന്നിട്ടും 6 ദിവസത്തിന് ശേഷമാണ് ഇത്തരമൊരു നടപടി എടുത്തത് എന്നുള്ളത് തന്നെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. എന്തായാലും 6ാം ദിവസം ഈ ഡോക്ടർ റാമിനെ ഡിസ്മിസ് ചെയ്യാൻ, പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം മാനേജ്മെന്റ് സ്വീകരിച്ചിരിക്കുന്നു. ആ കാര്യം റാമിനെ മെയിൽ ID അല്ലെങ്കിൽ മെയിൽ മുഖാന്തരം അറിയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. രക്ഷിതാക്കളുമായി ഇന്ന് മാനേജ്മെന്റ് പ്രതിനിധിയും പ്രിൻസിപ്പാളുമാരും ഒക്കെ സംസാരിച്ചിരുന്നു. ആ യോഗത്തിനകത്താണ് ഈ കാര്യം ഈ പറയുന്ന രക്ഷിതാക്കളെ മാനേജ്മെന്റ് അറിയിച്ചത്. പുറത്താക്കും എന്നുള്ള കാര്യം അറിയിച്ചു. അതിന് തൊട്ടു പിന്നാലെ തന്നെ അങ്ങനെ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം മാനേജ്മെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും ഇതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ, അതായത് പോലീസിന് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. 6 ദിവസമായി ഡോക്ടർ റാമിനെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും തന്നെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും തെളിവെടുപ്പുകളും മൊഴിയെടുപ്പുകളും ഒക്കെയാണ് ഇപ്പോൾ പോലീസ് പൂർത്തിയാക്കുന്നത്. ഈ പറയുന്ന അധ്യാപകരുടെ, അതുപോലെ തന്നെ നിതിൻ രാജിന്റെ സഹപാഠികളെ, പ്രിൻസിപ്പാളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് പോലീസിന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അറസ്റ്റ് എപ്പോഴുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും കൃത്യമായ രീതിയിൽ തെളിവെടുപ്പുകൾ നടക്കുന്നു. ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. PKS ഉൾപ്പെടെയുള്ള സംഘടനകൾ, ദളിത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കോളേജിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. റാമിന്റെ ക്ലിനിക്കിന് പേരിന് മുന്നിൽ ജാതി വെറിയൻ എന്ന പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു DYM.